റാഞ്ചേട്ടാ, എന്താ ഇവിടെ പരിപാടി? ഞാൻ ഇവിടെ തോമസ് സാറ് കുറച്ച് സ്ഥലം വാങ്ങിണ്ടായിരുന്നു പാടത്തെ. എനിക്കൊരു വഴി ഉണ്ടാക്കാനായിട്ട് മണ്ണടിച്ചിട്ടുണ്ടായിരുന്നു. അത് പാർട്ടിക്കാര് ചെക്കന്മാര് വന്ന് തടഞ്ഞു, കൊടിയും നാട്ടി. അത് കണ്ടിരിക്കായിരുന്നു. തോമസ് സാറ് കുടുങ്ങിട്ടാ. അയാൾക്ക് എന്തുട്ടാ സ്ഥലം? കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചു കൊടുക്കാൻ, അല്ലാണ്ട് ഇപ്പൊ എന്തുട്ടാ വെറുതോ? ഇങ്ങനെ നെൽപ്പാടം മുഴുവൻ മുറിച്ചിട്ട് ഫ്ലാറ്റും വീടും വെച്ചാ കൃഷി എവിടെ ചെയ്യാ? എന്റെ പ്രാഞ്ചേട്ടാ, ഇത് കൊല്ലം കൊറേയായിട്ട് നമ്മള് കേക്കണല്ലേ. മുറിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെ കിടക്കണ എത്ര സ്ഥലങ്ങളിൽ നിന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അത് പറയും. തിന്നൂല്ല, തീറ്റിക്കൂല. അതാണ് ഇപ്പത്തെ അവസ്ഥ. ശരിയല്ലേ? താൽക്കാലിക ലാഭം നോക്കിട്ടേ എല്ലാം അങ്ങനെ മുറിച്ചു വിറ്റ അടുത്ത തലമുറ നമ്മളെ ശപിക്കൂടാ. അത് മനസ്സിലാക്ക്. എന്നെ ആരും ശപിക്കില്ല. കാരണം എനിക്ക് എവിടെ അടുത്ത തലമുറ. നിന്റെ കാര്യല്ല പറയണേ. ഈ ഭൂമിയിൽ ഇനിയും തലമുറകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അവരുടെ കാര്യം പറയണേ. എനിക്കപ്പ ആഗ്രഹമൊന്നുമില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് നിൽക്കില്ലോ. ചേട്ടാ, വിഷയത്തിന്ന് പോവല്ലേട്ടാ. എന്തുട്ടിനിപ്പ ഇവിടെ വന്നേ? സ്ഥലം ചുളുവലേക്ക് കിട്ടുമെന്നറിയാനാ? വാങ്ങിക്കണ്ടാട്ടാ, കയ്യിലിരിപ്പാവേ. ഇവിടെ സുമാറിന്റെ മോൻ സതീശൻ വീട് വെക്കാൻ ഒരു 5 സെന്റ് വാങ്ങിച്ചിട്ടേ പെട്ട് കിടക്കുക. വീട് വെക്കാൻ 5 സെന്റ് ഉള്ളവർക്ക് അനുമതി കൊടുക്കണ്ടല്ലോ. കുന്താണ്. ആധാരത്തിൽ നിലന്ന് എഴുതിയ പെട്ടു പ്രാഞ്ചേട്ടാ. പിന്നെ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, നഗരസഭ അധ്യക്ഷൻ, പിന്നെ 3-4 കൃഷിക്കാരും കൂടിയിട്ട് സ്ഥലം കാണണം. അത് വേണല്ലോ. അവര് വന്ന് കാണും. എന്ന് കാണും? എന്റെ പ്രാഞ്ചേട്ടാ, ഇവരെല്ലാവരും കൂടി സ്ഥലം കാണാൻ വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ. ആ ദിവസം വന്ന് ചേരാൻ 1000 ശിവരാത്രികൾ കാത്തിരിക്കേണ്ടി വരും. ഒരാൾ ശരിയാകുമ്പോ മറ്റേ ആൾക്ക് തിരക്കുണ്ടാവും. കാലം കുറെ കഴിയുമ്പോഴാണ് അതൊന്നും സംഭവിക്കുക. ആകാശത്തുള്ള ഗ്രഹങ്ങളൊക്കെ ഒരേ രേഖയിൽ ഒരു ദിവസം വരും നമ്മൾ കേൾക്കണ പോലെ അല്ലേ? അതെ അതെ, അങ്ങനെ കണ്ടാൽ മാത്രം പോരാ. ആ സ്ഥലത്തിന്റെ സാറ്റലൈറ്റ് കോപ്പി, പിന്നെ അതിന്റെ അതിരുകൾ അടയാളപ്പെടുത്തിയ ഫോട്ടോ 2 കോപ്പി, അങ്ങനെ 100 കൂട്ടം നൂലാമലകൾ ഇങ്ങോട്ട് സമർപ്പിക്കണം. എന്നാലും സംഗതി ശരിയാവൂലോ. കുന്താണ്. ഇതൊക്കെ കൂടി ഒത്തു നോക്കി കൃഷി ഓഫീസർ എഴുതി തയ്യാറാക്കണ ഒരു ഫയലുണ്ട്. എഴുതി തയ്യാറാക്കാൻ എടുക്കും 1 മാസം. അതിൽ ഈ സ്ഥലം കണ്ടവരുടെ ഒക്കെ ഒപ്പും വാങ്ങിക്കേണ്ടി വരും. അത് പെട്ടെന്ന് കിട്ടില്ലേ? ആ ഒപ്പിന് ചെല്ലുമ്പോഴായിരിക്കും വില്ലേജ് ഓഫീസർ പനിയായിട്ട് ഒരു 10 ദിവസം ലീവ് എന്ന് പറയാം. നീ കാറിൽ കയറ്. അല്ല, ഇത്തിരി കൂടി പറയട്ടെ. ഇതൊക്കെ ഒപ്പിട്ടിട്ട് ജില്ലാസ്ഥാനത്തേക്ക് ചെല്ലുമ്പോഴാ അവിടെ കുന്നുകൂടി കിടക്കുന്ന അപേക്ഷകളുടെ ഇടയിൽ കുറെ ദിവസം. ചുരുക്കി പറഞ്ഞ നിലം എഴുതിയ സ്ഥലം വാങ്ങരുത് അല്ലേ? അതെ. അതുകൊണ്ട് പ്രാഞ്ചേട്ടാ, ആ പൂതി മനസ്സിൽ വെച്ചോട്ടാ. ഞാനതിന് സ്ഥലം വാങ്ങാനാ വന്നതെന്ന് നിന്നോടാരാ പറഞ്ഞേ? പിന്നെ എന്തുകൊണ്ടാ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വന്നതാണോ? അങ്ങനെയൊന്നുമില്ല. നീ വായോ, ഞാൻ പറയാം. വാ. ശരി, കച്ചവടം നടക്കട്ടെ എന്ന് വിചാരിച്ചത്. അല്ലേ, വേണ്ട, ഇങ്ങോട്ട് കിടക്കാം. വഴി തെറ്റി. ഇത് വല്ലതും നടക്കുവോ പ്രാഞ്ചേട്ടാ? നടക്കൂടി, നടക്കണം. ഞാൻ ചിന്തിച്ചിട്ട് ഇത് വളരെ ലാഭമുള്ളൊരു പരിപാടിയാ. കുറച്ച് കാശാദ്യം മുടക്കണമെന്ന് മാത്രം. അതിന് ലോൺ കിട്ടും. ഈ പാടമൊക്കെ എടുത്ത് പാട്ടത്തിന് കൃഷി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ അതിന് കുറച്ച് മുൻപരിചയം വേണ്ടേ? നീ ഞാൻ പറയണമെന്ന് ശ്രദ്ധിക്ക്. ആന്ധ്രയെന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് നമുക്ക് അരി വരണത്. അതറിയാലോ? അതറിയാം. അവരുടെ ലാഭം കഴിച്ച് ചെറിയൊരു ലാഭത്തിനാണ് ഉമ്മക്ക് അരി വിൽക്കാൻ പറ്റുന്നത്. ഈ ആന്ധ്രക്കാരും തമിഴ്നാട്ടുകാരൊക്കെ ചെയ്യണത് ഉമ്മക്ക് തന്നെ അങ്ങോട്ട് ചെയ്താ. അതായത് നമ്മള് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ഇറക്കണം. ആ നെല്ല് അരിയാക്കി നമ്മുടെ തന്നെ കടയിൽ വിൽക്കണോ? രാസവളങ്ങളില്ലാത്ത നല്ല ഒന്നാന്തര അരി. കച്ചവടം അങ്ങോട്ട് തകൃതിയാവും. നമുക്ക് നല്ല ലാഭവും കിട്ടും. സംഗതിയൊക്കെ നല്ലത് തന്നെയാ. എന്നാലും പക്ഷേ ഒരു പക്ഷേ ഇല്ല. ആന്ധ്രന്ന് ഇങ്ങോട്ടുള്ള വണ്ടി വാടകയിൽ തന്നെ എത്ര ലാഭം ഉണ്ടെന്ന് അറിയോ? നമ്മുടെ കടയിൽ എന്തായാലും കച്ചവടം ഉണ്ട്. സ്ഥിര ആൾക്കാർ വാങ്ങാനും ഉണ്ട്. പിന്നെന്താ പ്രശ്നം? കെട്ടിക്കിടക്കണ വിഷയമൊന്നുമല്ലോ സൂസേ. നമ്മൾ ഇങ്ങനെ ഈ പരമ്പരാഗത രീതി പിന്തുടർന്നിട്ട് കിട്ടുന്നത് മതി എന്ന് വിചാരിച്ച് കഴിഞ്ഞുകൂടിയാണല്ലോ, പുരോഗമനം ഉണ്ടാവില്ല. അല്ല പ്രാഞ്ചേട്ടാ, ഇതിനൊക്കെ കുറെ കാശ് ചെലവാക്കേണ്ടി വരില്ലേ? എത്ര വേണ്ടി വരും എന്നൊക്കെ കാര്യമായിട്ട് ചിന്തിക്കണം. നമ്മുടെ കയ്യിലുള്ളതെല്ലാം എടുക്കണം. ബാക്കി ലോൺ എടുക്കണം. ലോണൊക്കെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി പ്രാഞ്ചേട്ടാ. എടീ, മറ്റെന്തിനാ വിശ്വസിച്ചാലും മണ്ണിനെ വിശ്വസിക്കാം. മണ്ണ് ചതിക്കില്ല. പ്രാഞ്ചേട്ടൻ അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ.
നീ വിചാരിച്ച പോലെ കൃഷി ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയാൽ സമ്മതിച്ചു. പക്ഷെ കൃഷിയെ കുറിച്ച് വല്ല ABCD നിനക്കറിയോടാ? അതിനൊക്കെ ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിണ്ട് കേട്ടാ. മാത്രല്ല ഇങ്ങനൊക്കെ തന്നെയല്ലോ ഓരോന്ന് പഠിക്കുക. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ കൃഷി നടത്താൻ ലോൺ എടുത്താലും ജാമ്യം ഒപ്പിട്ടത് ഞാനാ, അതാ കുഴപ്പം. എന്ത് പണിക്ക് ഇറങ്ങുകയാണെങ്കിലും ചങ്കുറ്റം വേണം. നിങ്ങൾക്ക് ആർക്കും അതില്ല. ഈ പരിപാടിക്ക് നഷ്ടം ഒരിക്കലും വരില്ല, ലാഭം മാത്ര. ഉദാഹരണത്തിന് 35-40 രൂപയ്ക്കല്ല ഓരോ കിലോ അരി എടുക്കണേ. നമ്മള് 28 ഉൾപ്പെടെ അരികളുടെ മേടിക്കണേ. ആവട്ടെ, അത്രയ്ക്ക് വില വരാൻ എന്താ കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. പല കൈമറിഞ്ഞല്ല അരി നമ്മുടെ ഇവിടെ എത്തണേ. ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചാ മതി. ഇതൊരു കൈ മാത്രം മറിഞ്ഞെത്തും. 20 രൂപയ്ക്ക് അരി വിറ്റാലും ലാഭം തന്നെ. മനസ്സിലായ? മനസ്സിലാവണൊക്കെ ഉണ്ട്. നല്ലൊരു ആശങ്ക മലയാളികൾക്കുള്ള തന്നെയാ. പതിവ് രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു വീട് പണയാൻ ശ്രമിച്ചാലും അപ്പൊ വരും ആശങ്കക്കാര്. പുഴമണലിന് പകരം പാറപ്പൊടി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എന്താ പറഞ്ഞിരുന്നേ? ഇപ്പൊ വലിയ വലിയ ഫ്ലാറ്റ് അടക്കം പണിയണത് അതുകൊണ്ടല്ലേ? അതുകൊണ്ടൊന്നും അല്ലടാ. പുഴമണൽ കിട്ടാൻ തുടങ്ങട്ടെ, ആരെങ്കിലും പാറമണൽ ഉപയോഗിക്കുവോ? ഇനിയിപ്പൊ അതുമ്മ പിടിച്ച് കയറണ്ട. ഉദാഹരണം അത്ര അങ്ങോട്ട് സ്ട്രോങ് ആയില്ല. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞുതരാം. വേണ്ട, ഇനി നീ ഒരു ഉദാഹരണം പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്തായാലും ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ ഓണക്കാലത്ത് കുന്നംകുളത്തുകാര് വില കുറവില് നല്ല നാടൻ അരിയുടെ ചോറാവുന്നു. കണ്ടോ പ്രാഞ്ചിയുടെ ബുദ്ധിയുണ്ടോ? കുരുവിയേട്ടാ, നിങ്ങളിങ്ങനെ മന്ദപ്പനായി പോയില്ലോ. പ്രാഞ്ചി പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി നടത്തണ പോലെ ഞാനും പാട്ടത്തിന് ഭൂമി എടുത്തിട്ട് കുരുമുളക് കൃഷി നടത്താം. പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ പറയടി. കുരുവേട്ട, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താണാവോ? കുരുവേട്ട, ഈ പ്രാഞ്ചി നിങ്ങളുടെ സഹോദരൻ തന്നെ അല്ലേ? അല്ലേ? അവന്റെ തലയിൽ എന്തോരം ബുദ്ധി ഉദിക്കണ്. നിങ്ങളിങ്ങനെ എന്നും കൊന്നും വീട് വിട്ടാ കട, കട വിട്ടാ വീട്. ജീവിതകാലം മുഴുവൻ ആ അടയ്ക്കാക്കടയിൽ നിന്ന് അരങ്ങിച്ച് തീരുള്ളൂ. എടി, ജീവിതകാലം മുഴുവൻ ഇതിനെ കച്ചവടം ചെയ്യണേ. കുറെ കഴിയുമ്പോ നമുക്ക് വയസ്സാവും. അപ്പൊ കണ്ണിന്റെ കാഴ്ച പോവും, കാതിന്റെ കേൾവി കുറയും, കച്ചവടം ഇല്ലാണ്ടാവും. അപ്പൊ വയസ്സുകാലത്ത് ഞാൻ ഈ മൂലയ്ക്ക് ഒരു കമ്പിളിപ്പോപ്പൊക്കെ പൊതിച്ചിങ്ങനെ ഇരിക്കും. ഈ തണുപ്പത്ത് നീ ചൂടുള്ള കട്ടൻ ചായ ഒക്കെ കൊടുത്തിങ്ങനെ തരും. ആലിസിന് വഴിക്കോ കുരുവായിട്ട് നോക്കിക്കോ. എടി, നിനക്കന്ന് 16 ആവില്ല. നീ മുടിയൊക്കെ നരച്ച് പല്ലൊക്കെ പോയി കാലിലെ വാതൊക്കെ വന്നെങ്കിടൊക്കെ ഇന്റെ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണ്ടാവും. നല്ല രസമായിരിക്കില്ലേ കുരുവേട്ടാ? നമ്മള് രണ്ടാളും കൂടി മുഖത്തോട് മുഖമൊക്കെ നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ചിരിക്കല്ലേ? പിന്നെ അപ്പോഴേ നമ്മുടെ മോളെ എന്തെങ്കിലും കെട്ടിക്കണ്ടേ? അവളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞിട്ട് ആര് നമ്മളെ നോക്കും? വല്ലതും ചിന്തിച്ചിട്ടുണ്ടാ? ആര് നോക്കും? അതാ ഞാൻ പറഞ്ഞ, അവളുടെ താഴെ വല്ല അനിയൻ ചെക്കണ്ടെങ്കിൽ ഇപ്പൊ വല്ല കുഴപ്പമുണ്ടാ? എത്ര പറഞ്ഞു നടന്നു ഞാൻ. പെണ്ണിന്റെ കുട്ടിയാണെങ്കിൽ നീ സമ്മതിച്ചിട്ടുണ്ടാ? ഞാൻ വല്ല പറയട്ടോ കുരുവേട്ടാ. ആൺകൊച്ചുണ്ടെങ്കിൽ നിങ്ങളെ നോക്കുന്നുള്ള എന്താ ഉറപ്പ്? അല്ല, അതും ശരിയാണ്. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളും ഇല്ലാണ്ടിരിക്കാനല്ലേ. അവരുടെ പോക്കും വളർച്ചയൊക്കെ കണ്ട തലവേദനയടി. നീ പറഞ്ഞു നന്നായേ ഉള്ളൂ. കുരുവേട്ടൻ ചാടിക്കേറി നോ പറയരുത്. ഞാനൊരു കാര്യം പറഞ്ഞ കുരുവേട്ടൻ ഒന്ന് ചെയ്തു തരുമോ? ഇവളുടെ വർത്താനം കേട്ടാ തോന്നില്ല ഞാൻ ഇന്ന് വരെ ഇവള് പറഞ്ഞൊന്നും കേട്ടില്ലാന്ന്. ഇന്ന് വരെ നീ പറയണടി ഞാൻ കേട്ടുള്ളൂ. നീ പറ. എന്താണെങ്കിലും പ്രാഞ്ചി പാട്ടത്തിന് സ്ഥലം എടുക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുറച്ചു നാൾ കഴിയുമ്പോ അവന് ഇതിന്റെ ലാഭം കിട്ടും. ഇല്ലേ? കൃഷി ചെയ്ത് അവന് ലാഭം കിട്ടും. എന്റെ കുരുവേട്ടൻ ഞാൻ പറയാണെങ്കിലേ, ആ പാട്ടത്തിനടുത്ത് സ്ഥലം ഇല്ലേ, അതിന്റെ വരമ്പിന്റെ സൈഡിൽ കൂടി ഓരോ കവുങ്ങും തൈ അങ്ങോട്ട് വെക്കുക. അതിൽ കൂടി തന്നെ നമുക്ക് കുരുമുളക് കൂടിയും കൂടി കയറ്റിവിടാം. അപ്പൊ എന്താ? അടക്കയും കിട്ടും, കുരുമുളകും കിട്ടും. കുരുവേട്ടന് വിൽക്കാൻ പാടില്ലേ? ആ കയ്യിൽ തരുന്നു പോത്തെ 6 മാസം കൊണ്ട് കവുങ്ങ് വളർന്ന് അതില് കുരുമുളക് വളർന്ന് അത് പൊട്ടിച്ച് വിറ്റ്. എടി, പ്രാഞ്ചിയുടെ വിജയം എന്ന് പറയുന്നത് സൂസന, ആദ്യം ഭാര്യമാർക്ക് ബുദ്ധി ഉണ്ടാവണം. പോത്തൊരു കാര്യമായിട്ട് വന്നിരിക്കുക. കടന്നു ഓടിയിരുന്നു. എന്ത് പറഞ്ഞാലും എന്നെ അംഗീകരിക്കില്ല. നിങ്ങൾ എങ്ങനെ ഗുണം വരും? പിന്നെ അങ്ങനെ എന്നെ കിടന്ന് നരകിക്കുള്ളൂ. നോക്കിക്കോ. 6 മാസത്തിന്റെ ഉള്ളിൽ കവുങ്ങ് വളർന്ന് കുരുമുളക്. ഈ കഴുതൊരു കാര്യം. ഭാസ്കര, ഇതൊക്കെ വല്ലതും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇളയപ്പ നമ്മൾ ശ്രമിക്കുക, പിന്നെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഈ കണ്ട സ്ഥലങ്ങളൊക്കെ തരിശായി കിടക്കുന്ന ആളുകൾക്ക് കൃഷി ചെയ്യാൻ അറിയാണ്ട. ഇളയപ്പൻ എന്തറിഞ്ഞിട്ട് സംസാരിക്കുന്നത്? എറിയാൻ അറിയാനോടെ കയ്യിൽ വടി കൊടുക്കില്ല. അതായത് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് 1/2 ഇഞ്ച് ഭൂമി ഉണ്ടാവില്ല. പക്ഷെ കൃഷി ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്കോ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടാവും. നമ്മുടെ പ്രാഞ്ചേട്ടൻ പാട്ടത്തിന്റെ ഭൂമിയില്ലേ, അതൊരു ബാംഗ്ലൂരുകാരന്റെ കയ്യിലാണ്. അയാളുടെ മക്കളൊക്കെ ആണെങ്കിലേ ഗൾഫിലാ. പിന്നെ അയാൾക്ക് എന്തിനാ ഭൂമി?
ഞാൻ പറയുന്നത് കേക്ക്. ബാംഗ്ലൂരായാലും ദുബായിലായാലും ലാഭം ഉണ്ടെന്ന് തോന്നിയാൽ ആരും സ്ഥലം വെറുതെ ഇടില്ല. നിനക്കറിയാ, അതൊക്കെ വലിയ ചൊറയാ. അത് ചെയ്തവർക്കറിയാം. എന്ത് ചൊറ? നമ്മൾ കൃഷി ഇറക്കുന്നു, പൊന്തി വരണം നമ്മളല്ലല്ലോ, ചെടികളല്ലേ. ആ സ്ഥലത്ത് കൃഷി ഇറക്കാൻ അവിടെ വെള്ളണ്ടേ? മഴയല്ലേ പെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കൊല്ലം പെയ്തതിന്റെ മഴയുടെ പകുതി ഈ കൊല്ലം കിട്ടിയിട്ടുണ്ടേ. നീ കാലാവസ്ഥ നിരീക്ഷകര് പറഞ്ഞത് കേട്ടില്ലേ? എന്ത് കാലാവസ്ഥ നിരീക്ഷകര്? അവരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ വീണ മഴത്തുള്ളിയുടെ കണക്കൊക്കെ അവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അത് ശരി. നീ എങ്ങനെയാണ് 10ാം ക്ലാസ് പാസ്സാക്കിയേ? അത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുഗ്രഹം കൊണ്ട്. ഒരു കാര്യം പറഞ്ഞാ, നീ 10ാം ക്ലാസ് പാസ്സായിരുന്നു, ഞാൻ പഠിക്കാത്തതും ശരിയാ. അല്ലെങ്കിൽ മുടി മൊട്ടയടിച്ചിട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നേനെ. അല്ലെങ്കിൽ ഇളയപ്പാ, ഈ സ്കൂൾ പഠിപ്പിലൊക്കെ എന്ത് കാര്യം? അവിടെ പഠിപ്പിക്കുന്ന എന്താ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രയോഗിക്കണ്ട. എന്തായാലും ജീവിതവും പഠിപ്പൊക്കെ രണ്ടും രണ്ടാ. നീ ഒരു കാര്യം ചെയ്യേ, എന്തായാലും പ്രാഞ്ചോട് ഒന്നുകൂടി നീ പറഞ്ഞു നോക്ക്. ഞാനാ? അപ്പൊ ഇളയപ്പിന് പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞ അവൻ എന്നോട് ചാടി കടിക്കും. ഞാൻ പറഞ്ഞ അവിടെ വെച്ചെന്നെ വെട്ടിക്കൊല്ലും, അറിയോ? എന്താ ഇറച്ചി വെട്ടുകാരനെ? ഒന്ന് പറഞ്ഞു നോക്ക്. ഇളയപ്പം നോക്ക്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ പോട്ടെ എന്നാ വെക്ക. കാര്യം പറയാൻ പറഞ്ഞത് എന്നോട്. സാധനത്തിന് വെറുതെ. കർത്താവേ, പ്രാഞ്ചീനെ ഒന്ന് രക്ഷിക്കണേ. എന്റെ റംലേ, വന്ന് സമയം എന്ന് പറഞ്ഞ തീരെ ഇല്ലാണ്ടായി. ഇവിടുത്തെ പണിയെല്ലാം കഴിയുമ്പോ പാടത്തേക്ക് പോണം. അറിയാത്ത പണിയല്ലേ, വയ്യ. ഞാൻ ആകെ തളർന്നു. ആവശ്യത്തിന് വെള്ളം കിട്ടണില്ലെന്ന് കേട്ടു. അതെങ്ങനെ കിട്ടും? പാടത്തിന് 4 വശത്തും വീടല്ലേ. വെള്ളം എവിടുന്ന് വരാനാ? ഒരു കനാൽ എവിടെയുണ്ടെന്ന് പറയുന്നുട്ട്, ഏതോ ഡാമീന്ന് വരുന്നതാ. അതിലും വെള്ളമില്ല. കുഴൽ കിണർ കുത്തിയിട്ട് എങ്ങനെ നെല്ല് നനയ്ക്കാൻ പറ്റണേ? ഈ പ്രാഞ്ചി എന്തറിഞ്ഞിട്ട് ഈ പണിക്കിറങ്ങിയത്? ആവശ്യത്തിന് പണിക്കാരെ കിട്ടണ്ടേ? ഈ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചാലേ എങ്ങനെ ശരിയാവാനാ? എന്താ അവരുടെ കൂലിന്നറിയോ? ആകെ പുലിവാലായി. കട പൂട്ടി വന്ന പ്രാഞ്ചി ഏതു നേരത്തും പാടത്താന്ന് പറയണ്ടല്ലോ. കട പൂട്ടിക്കിടക്കാണെന്നേ. കുറച്ച് ദിവസമായി തുറന്നിട്ട്. മുഴുവൻ സമയം പ്രാഞ്ചിയുടെ പാടത്ത് തന്നെയാ. എടി സൂസേ, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥിരം കിട്ടണ കച്ചവടമൊക്കെ നിന്നു പോവില്ലേ? ആൾക്കാർ ഈ സ്ഥിരക്കാരൊക്കെ വേറെ കടയിലേക്ക് പോവില്ലേ? എന്താ ചെയ്യാ? ഇതങ്ങനെ വഴിയിൽ വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ. നീ സമാധാനായിട്ട് ഇരിക്കും സൂസേ, എല്ലാം ശരിയാവും. അത് തന്നെയാ നമ്മളെ പ്രാഞ്ചിയേട്ടനും പറയുന്നത്. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ നീ വെക്കോ, എനിക്ക് പണിക്കാർക്ക് കഞ്ഞി കൊണ്ടുപോകണം. ആ കുട്ടന്റെ തട്ടുകടയിൽ നിന്നാ ഇതുവരെ കഞ്ഞി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് ഇനിയിപ്പോ നല്ലൊരു തുകയായി. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കാൻ പ്രാഞ്ചിയേട്ടൻ പറഞ്ഞു. അല്ല, ഈ ആലീസ് സഹായിക്കൊന്നുമില്ലേ? പിന്നല്ലാണ്ട്. ആലീസ് വെച്ചുള്ള ധൈര്യത്തില്ല ഞാനിവിടെ പിടിച്ചിരിക്കണേ. ശരിയെന്നാ ഞാൻ ചെല്ല അടുക്കളയിലേക്കേ. ഇതെന്തിട്ട് വീടത്? ഇത്രയും നല്ലൊരു അവസരം കിട്ടിട്ട് പെണ്ണുങ്ങൾ തമ്മിൽ തല്ലൂടാണ്ടിരിക്കും. കഥയില് പോലും ഇങ്ങനെ കേട്ടിട്ടില്ല. എന്റെ പൊന്നേ, വെറുതെ വന്ന് കുത്തിരിക്കാണ്. എടാ മോനെ, ഇതിനൊരു ഭയം വേണ്ട. മീൻ പിടിക്കാനൊക്കെ ഒരു അറിവ് വിവരൊക്കെ വേണ്ട. നീ ഇങ്ങോട്ട് തന്നെ, ഞാൻ പിടിക്കാം. മിണ്ടാ നിക്ക് ഭാസ്കര. എടാ, എത്രമാത്രം അറിവുള്ള ആളറിയോ നമ്മളെ ആലീസേച്ചിന്റെ അപ്പ. എടാ, മൂപ്പർക്ക് ഖുറാനൊക്കെ മനപ്പാടാ. അവരുടെ ഖുർആനൊക്കെ ബൈബിൾ അല്ലടാ. ഞാൻ ഉദ്ദേശിച്ച അതന്നെയാ ഭാസ്കര. ഇതൊക്കെയാ പക്ഷെ ഡെങ്കി പനിക്ക് അത് അറിയില്ലല്ലോ. മൂപ്പര് തട്ടിപ്പോയോ? ഒരൊറ്റ ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ, നാവ് വളച്ച അങ്ങനെയൊന്നും പറയല്ലടോ. നല്ല മനുഷ്യന്മാരെ ഡെങ്കിപ്പനി വന്നവരെന്നേ പിന്നെ ജീവിതത്തിലേക്ക് അങ്ങനെ തിരിച്ചു വന്നിട്ടില്ല. എടാ, എന്റെ പെണ്ണുങ്ങൾക്ക് പനിയല്ലേ, എന്നിട്ട് ഓള് ജീവിതത്തിലേക്ക് തിരിച്ചെന്ന്. വേറെ അറിയില്ലടാ. എന്റെ കാര്യം വീട്. ഈ എന്ത് വർത്താനാ ഭാസ്കര പറയണ്? എടാ, പെണ്ണുങ്ങളൊന്നും അങ്ങനെ പറയരുത്. കണ്ണ് പോയാൽ അറിയാ കണ്ണിന്റെ വില. അവൾക്ക് എന്നെ കണ്ണിന് കണ്ടുകൂടലൊക്കെ. അതെന്താ കാര്യം? അവൾക്ക് പിന്നെ ഒരു വിലയില്ലല്ലോ. എപ്പോഴും ചെറുതാക്കിക്കൊണ്ടിരിക്കും. അല്ല, അന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പൊ ചെറുതാക്കണത്? അല്ല, അവളെ കല്യാണം കഴിക്കുമ്പോഴേ ഞാൻ പ്രാഞ്ചേട്ടന്റെ കടയിലെ പണിക്കാരനാണല്ലോ. ഇപ്പോഴും പ്രാഞ്ചേട്ടന്റെ കടയിലെ പണിക്കാരനാണല്ലോ. നിങ്ങൾ കാലാകാലം അവിടുത്തെ പണിയെടുത്ത് പണിക്കാരനായിട്ട് മരിക്കുള്ളൂ. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ത്രാണിയില്ലാന്ന്. പ്രാണിയല്ലടാ, ത്രാണി. എന്തായാലും ശരി, അന്റെ പെണ്ണുങ്ങൾക്ക് അതൊക്കെ പറയാ. ഓള് കുട്ടിയൊക്കെ ജ്യൂസ് എടുക്കണ്ടല്ലോ. പച്ചന്റെ റംലറ്റ് അങ്ങനെ പറഞ്ഞിട്ട് ഓള് അന്ന് എത്തും കൊണ്ടോട്ടി. പറഞ്ഞ ഏറെ കൊണ്ടോട്ടിയിലെത്തി. അല്ല, ആലീസേച്ചിയുടെ അപ്പന്റെ കാര്യം പനിക്ക് കുറവുണ്ടോ? കുറവുണ്ടോന്ന് ചോദിച്ചാലുണ്ട്, ഇന്നല്ലേന്ന് ചോദിച്ചാലോ ഇല്ല. അതാള് സ്ഥിതി. ഇപ്പൊ ഏത് വിശ്വസിക്കുന്നുണ്ട്, ഉണ്ടോന്നോ ഇല്ലാന്നോ? ഇപ്പൊ രണ്ടും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വേണ്ടില്ല. എടോ, ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ ഉണ്ട് നിർത്തിയിട്ടേ പ്രാർത്ഥിച്ചിട്ട് സൂക്കേട് മാറ്റാൻ നോക്കിയാ.
അതെന്തായാലും നന്നായിട്ടോ. എങ്ങനെയായാലും ആ പാവത്തിന്റെ സംഗതി ആയിട്ട് മാറി കിട്ടിയാ മതി. എടാ 2-3 ദിവസമായില്ലേ നമ്മളെ കുരുവേട്ടൻ പീടി തുറന്നിട്ട്. പ്രാഞ്ചേട്ടനും കുരുവേട്ടനും അല്ല, പ്രാഞ്ചേട്ടനും സൂസേച്ചേ അവിടെ പോകാൻ നിൽക്കുമ്പോഴേ ഞാനും പോവാന്ന് വിചാരിച്ചു നിന്നതാ. അപ്പൊ പ്രാഞ്ചേട്ടൻ പറയാ, കട അടച്ചിട്ട് നീ ഇപ്പൊ എങ്ങോട്ട് പോവാൻ നിക്കണ്ട, അവിടെ നിക്കുന്നു. അതെ, അതങ്ങനെ സീരിയസ് ഒന്നുമല്ലല്ലോ, അതുകൊണ്ടാവും. പിന്നെ ഈ അവിടെ പോകാതെന്നായി നന്നായിട്ടോ ഭാസ്കര. എടാ അവിടുത്തെ കൊതുവിന്റെ ഒക്കെ വലിപ്പുണ്ടല്ലോ, മലവണ്ടിന്റെ വലിപ്പാ. കൊച്ചിയല്ലേ നാട്, കൊച്ചി കൊതുകളുടെ സാമ്രാജ്യല്ലേടാ. പക്ഷെ കൊച്ചിയില് കൊതുവില്ലാത്തൊരു സ്ഥലം എനിക്കറിയാം. അതെ, ഏതാണ്ടാ ഒരൊറ്റ ഒന്നാണ്ട് തന്നാലുണ്ടല്ലോ, കൊച്ചിയില് കൊതില്ലാത്ത സ്ഥലം. എടാ എന്റെ അഭിപ്രായത്തില് കൊച്ചിയില് കൊതുണ്ട്. അത് എന്റെ അഭിപ്രായത്തില്. എന്റെ അഭിപ്രായത്തില് അതായത് കൊച്ചി കണ്ട എനിക്കറിയാം അവിടെ കൊതുവില്ലാത്തൊരു സ്ഥലം ഉണ്ട്. അങ്ങനെ സ്ഥലം ഉണ്ട്. എവിടെയാണ് ഭാസ്കര അങ്ങനെ ഒരു സ്ഥലം? നിരോധിത മേഖല ഉണ്ട്, കൊതുക് നിരോധിത മേഖല ഉണ്ട്. നിരോധിത മേഖല ഒരൊറ്റ ഭാസ്കര മിണ്ടി പോകരുത്. എടാ അറ്റിങ്ങൾക്ക് നിരോധിച്ചിട്ട് കാര്യണ്ടോ? എടാ അറ്റിങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. കൊച്ചി കണ്ടോനോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കൊച്ചി മെട്രോ, കൊച്ചി മെട്രോ. പടച്ചോനെ, ഇമ്മാരി ബുദ്ധിയും ബോധമുള്ള അന്നയുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെറുതാക്കി. പ്രാഞ്ചേട്ടാ, പ്രാഞ്ചേട്ടാ എന്താ ഇത്? ഒരു തുള്ളി മധുരടാണ്ട് എന്താ ഷുഗർ ഉണ്ടാ? പ്രാഞ്ചേട്ടാ അത് ചായയല്ല, ചൂടുവെള്ളമാ. എന്താ നിനക്കൊന്ന് പറഞ്ഞ എന്താ? എന്താ പ്രാഞ്ചേട്ടന് പറ്റിയത്? എന്റെ നീ തൊട്ടേനും പിടിച്ചു എന്റെ മെക്കിട്ട് കയറണേ. നിന്റെ പറയാ പ്രവർത്തികൾ തന്നെ അല്ലാതെ എന്തുട്ടാ? പ്രാഞ്ചേട്ടാ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? പിന്നെ എനിക്കിപ്പോ ലോട്ടറി അടിച്ച സമയമാണല്ലോ സന്തോഷിക്കാനായിട്ട്. ഏത് നേരത്താണോ ഈ തിരിഞ്ഞ ബുദ്ധി എനിക്കുണ്ടായത്? ഒക്കെ നേരെയാവും പ്രാഞ്ചേട്ടാ, ടെൻഷൻ അടിക്കാതെ. നീ എന്തുട്ട് നേരാവാനാ സൂസേ? ഇതുവരെ ചെലവായ കൂലി കാശ് മാത്രം നോക്കിയാ നീ ഞെട്ടും. കൂലി കൊടുക്കണോണ്ടല്ല, പണിക്കാരൊക്കെ രാജാക്കന്മാര്, തെന്നിമാര്, നമ്മളറിയാമാരും ഒരു ഇത്തിരി ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നയിച്ചിട്ടുണ്ടാ. ഇപ്പം വരുന്നുണ്ട്, വെറുതെ മൂഡ് ഓഫ് ആയിട്ടിരിക്കല്ലേ. പ്രാഞ്ചിയെ വെറുതെ ആണടാ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടു കൃഷി മാത്രം ആവണത്. മണ്ണിനോട് സ്നേഹം ആയിരിക്കില്ലടേ. എന്തായാലും ചെയ്തത് ചെയ്തു. ഇനി ഇലയ്ക്കും മുള്ളിനും കേടില്ലാണ്ട് ഇതൊന്ന് ഒഴിവായി കിട്ടിയാ മതിയായിരുന്നു. സൂസൻ, നീ ഇപ്പോഴും കാര്യം മനസ്സിലാക്കണ്ട സംസാരിക്കണേ. നീ എനിക്ക് ചെലവായ കാശും ഞാൻ പെട്ട പാടും കണക്കിലെടുത്ത് നോക്കിയ 1 കിലോ അരിക്ക് ചുരുങ്ങിയത് 60 ഉറുപ്പിയെങ്കിലും എനിക്ക് കിട്ടണം. 20 രൂപയ്ക്ക് ഇടനിലക്കാരില്ലാതെ കൊടുക്കാന്ന് പറഞ്ഞിരുന്ന അരിയാണ്. ഇടനിലക്കാരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് 100 ആയില്ലടാ. അപ്പൊ ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഇത് എങ്ങനെയാ മുതലാവണം പ്രാഞ്ചേട്ടാ? ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങളെ ഇത്ര വില കുറവിന് കൊടുക്കാൻ പറ്റുന്ന എന്താണെന്നറിയോ? അതൊരു കുടിൽ വ്യവസായം പോലെയാണ്. ഒരു ഉപകരണത്തിന്റെ ഓരോ പാർട്സും ഓരോ യൂണിറ്റ് അടങ്ങുന്ന കുടുംബങ്ങളാ ചെയ്യണത്. ചെറിയൊരു വരുമാനം സ്ഥിരം ലഭിക്കുന്നതുകൊണ്ട് അവരാരും സമരം ചെയ്യില്ല. അതേപോലെ ഉത്തരേന്ത്യയിലൊക്കെ കൃഷി അവരുടെ ജീവിതമാർഗം ആയതുകൊണ്ട് ചെറിയൊരു ലാഭത്തിന് അവർ കൃഷി ചെയ്യണു. ഇടനിലക്കാരാ ഈ ലാഭം മുഴുവൻ കൊണ്ടോണേ. മണ്ണിലിറങ്ങി സമയം മറന്ന് പണിയെടുക്കുന്നവന്റെ വേർപ്പാണ് നമ്മളിപ്പോ കഴിക്കുന്നത്. ജീവിതത്തിന്റെ ചെലവ് അവർക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ കഴിയുന്നു. അല്ലാണ്ട് കൃഷി അത്ര ലാഭം ഉണ്ടായിട്ടൊന്നല്ല. അല്ല പ്രാഞ്ചേട്ടാ, അപ്പൊ നമ്മള് കൊയ്തു വെച്ചിരിക്കുന്ന നെല്ലൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അരിയാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. ആ നീ ചോറെടുത്തേ. വിശന്നിട്ട് കണ്ണാണല്ലേ, മണി 2 ചോറെടുക്ക്. വിശപ്പിനെങ്കിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ. ഊണ് കഴിക്കുമ്പോ ഉണ്ടായിരുന്നില്ല ഇത്ര തിരക്ക്. ഓട് കഴിഞ്ഞാലേ തിരക്ക്. ഓ അമ്പമ്പോ പ്രാഞ്ചേട്ടോ, എത്ര കാലായി വിഷടാത്ത അരിയും കൊണ്ട് ചോറുണ്ടിട്ട്. അതിന്റെ ഇത്തിരി കഞ്ഞിവെള്ളം കുടിച്ചാൽ മതിയല്ലോ. എന്തൊരു രുചിയാ. വേറൊരു ഇത്തിരി അച്ചാറ് മധുര ഊണയിക്കാൻ. ഓരോ ഉണക്കം മാന്തളും കൂടി ഉണ്ടെങ്കിൽ
സുലൈമാനെ, പത്തായത്തിലും നെല്ലുണ്ടെങ്കിൽ എലി പുനലൂരിന്ന് വരുന്ന കേട്ടില്ല. എത്ര കാശ് ചെലവായാലും വയറിന് കേടില്ലാത്ത ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൊറേ പേരുണ്ട്. അവർക്കാണ് കാശൊന്നും ഒരു വിഷയമല്ല. എടോ, കാശ് പ്രശ്നമല്ല, പക്ഷെ ലാഭം നോക്കി കൊറേ വിഷം വാരി തിന്നിട്ട് ആശുപത്രിയിൽ അതിന്റെ 4 ഇരട്ടി കൊടുക്കുമ്പോ ആലോചിക്കണം. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ജൈവ കൃഷി ചെയ്തായിരിക്കും അതിന്റെ വാല്യൂ ഉണ്ട്. എന്തായാലും ഫേസ്ബുക്ക് കാരണം അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. ഫേസ്ബുക്ക് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. അത് എന്ന് പറഞ്ഞാ നമ്മള് വിചാരിക്കണ പോലല്ല, ഒരു ജാതി ഉപകാരങ്ങളാണ്. അത് മാത്രല്ല, പിന്നെ നമ്മള് കൃത്രിമ വളമിടാത്ത കൃഷി എന്നൊക്കെ പറഞ്ഞാല് വാങ്ങിക്കാൻ ഒരാൾ വരൂല. കൃഷിയുടെ ഓരോ ഘട്ടങ്ങളും ലൈവായിട്ടാണ് ഫേസ്ബുക്കിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. അതെന്തായാലും ഗുണായി. കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്തു, കൊറേ ആൾക്കാർ മുന്നേ തന്നെ ബുക്ക് ചെയ്തു. നീ എന്തിനാ ലോനെ ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞേ? അന്ത്യോളം കൃഷി ചെയ്ത കൊറേ വീട്ടുകാരുണ്ട്. ഈ വീട്ടുകാർ ഒരു വർഷത്തേക്ക് നാടൻ അരിയുടെ ചോറിന്നിട്ടെ ഒരു ചാക്ക് എനിക്കുന്നാടാ. അതേളേപ്പാ, കൃഷി തുടങ്ങണ മുതൽ സഹായ കമ്മിറ്റിയിൽ അംഗമായ നിങ്ങൾക്കും കിട്ടുക. ഇത്തിരി ബുദ്ധിമുട്ടിയാലും കൊറേ കാര്യങ്ങളെ പഠിച്ചു. ഞാൻ 3-4 സ്ഥലത്തും മഴക്കുഴി ഉണ്ടാക്കാൻ പോവാ. അപ്പൊ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങാൻ പോവാ. മണ്ണ് ചതിക്കില്ല ദിവസ അനുഭവത്തിന്നാ പറയണത്.